എല്ലാം ഒരു പുതിയ ഡയറക്ടർ ആണെങ്കിൽ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് അത് അതിപ്പം അഭിനയവും എല്ലാം നമ്മൾ ഓരോ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ അറിയത്തില്ല കേട്ടോ. ഇവർ നന്നായിട്ട് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ സീനിൽ പിന്നെ റീടേക്ക് എൻ്റെയാണ് പോയത്. നമ്മൾ മുകളിലേക്ക് നോക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ തോന്നും. അപ്പം ഞാൻ മുകളിലേക്ക് നോക്കുന്നത് താഴത്തേക്ക് നോക്കും. അപ്പോൾ എൻ്റെ അത്ര പോലും റെക്കഗ്നൈസേഷൻ കിട്ടാത്ത എന്നേക്കാൾ മിടുക്കരാണെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. സിനിമയിലേക്ക് അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം സിനിമയിൽ വരണം എന്ന് തീരുമാനിച്ചതാണ്? അല്ല, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അപ്പയുടെ അടുത്ത് പുറകെ നടന്ന് പറയും എനിക്ക് സിനിമയെ കാരണം ഞാൻ പുറകെ നടന്ന് പറയും. ഓഡീഷൻ ആണെങ്കിലും സെറ്റിലാണെങ്കിലും ലൊക്കേഷനാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ചെറിയ നടുവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അമ്മ ഒന്നും നോക്കാം. ഇപ്പം തന്നെ അമ്മയാണ് കൂടെ വന്നിരിക്കുന്നത്. ഫുൾ ടൈം ഇങ്ങനെ എൻ്റെ കൂടെ ആയിരിക്കും. എല്ലാ സ്ഥലത്തും അമ്മയുണ്ടായിരുന്നു. ഡയറക്ടർ എന്ന് നമുക്ക് എത്ര ഇനിയും ആദ്യമായിട്ട് ആക്ഷൻ പറയുന്ന ഒരു ഡയറക്ടറാണെങ്കിലും വർഷങ്ങളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറാണെങ്കിലും ഡയറക്ടർ ഓൾവേസ് നമുക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ഡയറക്ടർ എന്നും ഡയറക്ടർ തന്നെയായിരിക്കും. സമാധാന പുസ്തകം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് കൂടെ ഉള്ളത് വീണ ചേച്ചി, ജെയിംസ് ചേട്ടൻ, ട്രിനിറ്റി ആൻഡ് യോഹൻ. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് വീണ ചേച്ചിയോടും ജെയിംസ് ചേട്ടനോടാണ്. ഇപ്പം ഇവരുടെ ആദ്യത്തെ സിനിമയാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് നാളായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമയൊക്കെ ചെയ്ത്, അപ്പോൾ പുതിയ ആൾക്കാർ, അതും ഒരു സ്കൂൾ പശ്ചാത്തലത്തിലുള്ള സിനിമ, ഇവരുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ്, അതും സ്കൂൾ പശ്ചാത്തലം കൂടെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? ജെയിംസ് ചേട്ടനിൽ നിന്ന് ആരംഭിക്കാം. മൂത്ത ആൾക്കാരിരിക്കുമ്പോൾ നമ്മൾ മൂത്ത ആളെന്നുള്ള നിലയിലല്ല, ഞാനിവരുടെയൊക്കെ അധ്യാപകനായിട്ടാണ് ഈ സിനിമയിൽ വേഷം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡീറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ ട്രിനിറ്റി ഈ പ്രസൻറ്റിൽ വരുന്നതാണ്. പ്രസൻറ്റുണ്ട് ഈ സിനിമയിൽ ആ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പോൾ സ്കൂളല്ല, അത് സാധാരണ ഞാൻ 10ാം ക്ലാസ്സിലെ അധ്യാപകനായിട്ടൊക്കെയാണ്, +2 ആണ്. അപ്പോൾ അതിൽ ട്രിനിറ്റിയുടെ ഒപ്പം അഭിനയിച്ചിട്ടില്ല. യോഹാനുണ്ട്. ഇവർ കുട്ടികൾ, യോഹാന് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന കുട്ടികളല്ലാതെ കുറേ കുട്ടികളുണ്ടല്ലോ, ഉണ്ടാവില്ലോ, ക്ലാസ് റൂം ഉണ്ടാവില്ലോ. ഒരു പർട്ടിക്കുലർ 10C എന്ന് പറയുന്ന, അല്ലേ, 10C ഒരു ക്ലാസ് റൂമുണ്ട്. സ്ഥിരമായിട്ട് ആ കുട്ടികളെ നമ്മൾ ഷൂട്ടിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ മിടുക്കരായിട്ടുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾ വളരെ മിടുക്കരായിട്ടുള്ള പ്രോമിസിങ് വൺസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് അതിൽ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന മിക്ക ആൾക്കാരും വളരെ നല്ല അനുഭവമാണ് ഇവരുടെ കൂടെ നിൽക്കുക. കാരണം നമുക്കൊരു അങ്ങനെ ഈസി ആയിട്ട് പോയി അഭിനയിച്ച് വരാൻ പറ്റില്ല. അത് എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. വേണമെങ്കിൽ എന്താ തോന്നിയത്? ഞാൻ ഈ കുട്ടികളെല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷൻ ഇല്ല. ഇതിനകത്ത് അപ്പു എന്ന് പറഞ്ഞിട്ട് ധനുസ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, മെയിൻ ക്യാരക്ടറിലൊന്ന്. അപ്പോൾ അപ്പുവിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ സീനിലുണ്ടെങ്കിലും പിള്ളേരൊന്നുമായിട്ടൊരു കോമ്പിനേഷൻ ഇല്ല. പിന്നെ അപ്പു നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രെയിലറിൽ കാണാം കരഞ്ഞോണ്ട് സ്കൂളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സീനൊക്കെ വരുമ്പം ഇവർ ഈ സ്റ്റാർട്ടിങ് ഡെബ്യൂ ആക്ടേഴ്സ് ആണ്. ഈ സീനൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ളൊരു ഇല്ല, അവരൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ വളരെ ട്രെയിൻഡ് ആയിട്ട് കുറേ നാളിരുന്ന് അവർ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ചോദിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിച്ചു, റീടേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നാണ്. അത് ഞാൻ റീടേക്ക് ഒക്കെ പിന്നെ എന്റെ പോയത്, നമ്മളാണ് പോയത് റീടേക്ക്. പിള്ളേരൊക്കെ കറക്റ്റ് ആയിട്ടെല്ലാം പിന്നെ എനിക്കൊക്കെ ഏത് സിനിമ എന്നാലും എല്ലാം ഒരു പുതിയ ഡയറക്ടറാണെങ്കിൽ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് അത് അതിപ്പം അഭിനയവും എല്ലാം നമ്മൾ ഓരോ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ അറിയത്തില്ല കേട്ടോ. ഇവർ നന്നായിട്ട് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ സീനിൽ പിന്നെ റീടേക്ക് എൻ്റെയാണ് പോയത്. അതുകൊണ്ട് എല്ലാം സൂപ്പർ പിള്ളേരാണ്. നന്നായിട്ട് സിംഗ് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, എനിക്ക് എൻ്റെ മോനും ഞാനുമായിട്ട് അഭിനയിക്കുന്നത്, അപ്പവും ഞാനും തമ്മിൽ നല്ല രസമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഈ കുട്ടികളായിട്ട് എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ വരുന്നില്ല. അപ്പവും ഞാനും തമ്മിലുള്ള സീനൊക്കെ രസമായിട്ടാണ് രണ്ടുപേരും എൻജോയ് ചെയ്താണ് ചെയ്തത്. ഇപ്പം യോഹൻ സിനിമയിലേക്ക് അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം സിനിമയിൽ വരണം എന്ന് തീരുമാനിച്ചതാണോ? അല്ല, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അപ്പയുടെ അടുത്ത് പുറകെ നടന്ന് പറയും എനിക്ക് സിനിമയെ കാരണം ഞാൻ പുറകെ നടന്ന് പറയും. അപ്പോൾ അങ്ങനെ അപ്പനെയാണ് രവീഷ് ചേട്ടൻ ആദ്യം അപ്രോച്ച് ചെയ്തത്, ഒരു മാഷിൻ്റെ ഒരു വേഷത്തിൽ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അപ്പോൾ പറഞ്ഞു ഇവരിങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഓഡീഷൻ ചെയ്യിപ്പിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷന് പോയി കിട്ടിയതാണ്. അപ്പയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, ഡേറ്റ് ക്ലാഷ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഫസ്റ്റ് സിനിമ കയറിയത്. കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു സാധനമാണ്.
എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു കാസ്റ്റാണ് കിട്ടിയത്. എവ്രി വൺ വാസ് വെരി ഫ്രണ്ട്ലി. ആരും മസിൽ പിടിച്ചില്ല, ഒരാളും ഒരു മസിൽ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഫൺ ഓൾസോ. ട്രിനിറ്റി ആദ്യ സിനിമയാണ് എനിക്ക് ഓഡിഷൻ വയ്യ കിട്ടിയത്. ഞാൻ ഈ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഇപ്പം ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ വരുമല്ലോ, അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പോർട്ട്ഫോളിയോ പോലെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയത്. എന്നിട്ട് ഓഡിഷൻ വന്നിട്ട് അങ്ങനെ കിട്ടിയത്. അപ്പം ഫസ്റ്റ് സിനിമയാണ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം ഇവരെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും തന്നെ, ഇപ്പം ഞാൻ ഇവരെ വെച്ച് ബാക്കി എല്ലാവരും തന്നെ ചെറുതായിട്ട് സിനിമയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമോ പരിചയമോ ചെയ്തിട്ടോ എന്തൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യുമോ, ഞാൻ ഔട്ട്കാസ്റ്റ് ആവോ, മിണ്ടോ, ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് പറയണം, എന്ത് എക്സ്പെക്ട് ചെയ്യണം ഒന്നും എനിക്കറിയില്ല. ഞാൻ ചെന്നു, പക്ഷേ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ലൈക്ക് ഭയങ്കര ഒരു നമുക്കൊരു എന്നോട് ഇങ്ങനെ ആൾക്കാർ പറയും, സിനിമയാണ്, ന്യൂ കമേഴ്സിനൊന്നും റെസ്പെക്ട് ചെയ്തിട്ടില്ല, പണിയായിരിക്കും, നീ നോക്കിയോ. നമ്മളിങ്ങനെ ഡിസ്കറേജ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഡിസ്കറേജ് മാത്രമല്ല, നമുക്കൊരു നെഗറ്റീവ് ഒരു ഇമേജ് ഉണ്ടാക്കി തരുമല്ലോ. അങ്ങനെ കുറേ പേര് പറയും സിനിമയാണ്, നീ ന്യൂ കമറാണ്, നിനക്കൊരു ഇനി കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗ്ലിങ് ഉണ്ടാവും, അതെനിക്കറിയാം. അപ്പം അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫുൾ എല്ലാം എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തൊട്ട് എനിക്കുള്ള പകുതിയുടെ ടെൻഷൻ അറ്റ്മോസ്ഫിയർ അവിടെ ആർക്കും ഇല്ല. ഫുൾ എല്ലാവരും ഒരു ഹോംലി ഫീലിംഗ് ആണ്. ഫുൾ ടീമാണെങ്കിലും രവി ചേട്ടനാണെങ്കിലും സതീഷ് ചേട്ടനാണെങ്കിലും ഫുൾ ഷോൺ ചേട്ടൻ, ലൊക്കേഷൻ എല്ലാവരും, ഞാൻ ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറയണം, എന്നെ മാക്സിമം കംഫർട്ടബിൾ ആക്കി. ഇപ്പം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറച്ച് സീനൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്, നമുക്ക് തെറ്റ് പറ്റാം, റീടേക്ക് എടുക്കാം, കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഇപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു ഡയറക്ടർ സാറാണ്, ഓക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നും അല്ല, നമുക്ക് രവിശേട്ടൻ എന്തുണ്ടെങ്കിലും പറയാം. അങ്ങനെ ഒരു ഇത് ഭയങ്കര നല്ലൊരു റാപ്പോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഫുൾ ടീം, രവിശേട്ടൻ മാത്രമല്ല ഫുൾ ടീം. അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആണെങ്കിലും അവിടെ കാസ്റ്റിംഗ് ഏജൻസി വന്ന പിള്ളേരാണെങ്കിൽ പോലും അവർ നമ്മളോട് അത്രയും നന്നായിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് സെറ്റ് ആക്ച്വലി ലൊക്കേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയൊക്കെ വീണ്ടും പണ്ടത്തെ ഏതെങ്കിലും സ്നാപ്ചാറ്റിലെ വീഡിയോ ഒക്കെ വരുമ്പോൾ വീണ്ടും ഒരു സ്റ്റോറി ഇടും. എനിക്ക് അഞ്ചാറ് എല്ലാം മെൻഷൻ ചെയ്യും, അവരൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ നല്ല കുറേ മെമ്മറീസ് ഉണ്ട്. നമ്മുടെ ഈ ഗൂഗിൾ ഫോട്ടോസ് സ്നാപ്ചാറ്റ് നമ്മൾ ഓർപ്പിക്കലും ഇടയ്ക്കിടയ്ക്ക്. കുറേ നല്ല മെമ്മറീസ് ഉണ്ട്, കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഏറ്റവും സേഫ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഇപ്പം പൊതുവേ നമ്മൾ സിനിമ ഇഷ്ടം ചെറുപ്പം തൊട്ട് പറയുമ്പോൾ തൊട്ട് ആൾക്കാർ ഇങ്ങനെ പറയുമല്ലോ, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോൾ പേടിക്കണം. അങ്ങനെ ഒരു സാധനം നമുക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കുത്തി തരുന്നതാണല്ലോ. അപ്പം പ്രോപ്പറായിട്ടുള്ള ഇപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ഒരു ടോക്കൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. അപ്പം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ട് അങ്ങനെ സംഭവിച്ചോ ലൈക്ക് നമുക്ക് കേൾക്കുന്നത്. ഐ വാസ് ലൈക്ക് അങ്ങനെയൊന്നും അല്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചാനൽ വഴി ഓഡിഷൻ വഴി അങ്ങനെയും കയറാൻ പറ്റും. അത് എനിക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള സിനിമ വരണമെന്നൊക്കെ. അപ്പം അവരൊക്കെ ഈ മടിക്കുന്നതും പാരൻസ് അവരെ വിടാത്തതിൻ്റെ മെയിൻ കാരണം ഇങ്ങനൊരു എലമെൻറ്റ് എപ്പോഴും ഒരു റൂമർ ടോക്കിലുണ്ടല്ലോ. അപ്പം എന്നോട് ഇങ്ങനെ ഒത്തിരി പേര്, പക്ഷേ എനിക്ക് പറയാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, എനിക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഒരു എക്സ്പീരിയൻസും ഈ ടീമിൻ്റെ ഭാഗത്തുനിന്നോ ഈ ഒരു ഫുൾ മൂവിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഫുൾ നെഗറ്റീവ് പോട്ടെ, ഫുൾ പോസിറ്റീവ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഞാൻ ഒരു വർഷം നമ്മളെല്ലാവരും കാത്തിരുന്നു ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര അടിപൊളി. ഞാനിപ്പോൾ ഈ ഒരു വർഷം മുഴുവനും ഞാൻ ഈ സിനിമയ്ക്ക് ചിന്തിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. ഞാൻ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുമല്ലോ രവിശേട്ടാ എപ്പോൾ ഇറങ്ങുന്നത്, നമ്മൾ അങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുമല്ലോ. അപ്പം അടുത്ത മാസം ആദ്യം പറഞ്ഞു ഓണത്തിന് ഇറങ്ങും, പിന്നെ നമ്മൾ ഡിസംബർ ഇറങ്ങും വിചാരിച്ചു. അങ്ങനെ അപ്പം എല്ലാത്തിനും സമയമുണ്ടല്ലോ, അപ്പം കറക്റ്റ് ആ ടൈമിൽ ഇറങ്ങും എന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതിനോട് ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി ഇങ്ങനെ ബാക്കി ആൾക്കാരൊക്കെ നമ്മൾ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ല, എൻ്റെ ഇഷ്ടം എന്താ എന്നെ കുട്ടാന്ന് വിളിക്കുന്നത്, കുട്ടൻ്റെ ഇഷ്ടം എന്താ അത് അങ്ങനെ നടക്കട്ടെ. ഇപ്പം ഓഡീഷൻ ആണെങ്കിലും സെറ്റിലാണെങ്കിലും ലൊക്കേഷനാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ചെറിയ നടുവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അമ്മ ഒന്നും നോക്കാം, ഇപ്പം നല്ല അമ്മയാണ് കൂടെ വന്നേക്കുന്നത്. ഫുൾ ടൈം ഇങ്ങനെ എൻ്റെ കൂടെ ആയിരിക്കും, എല്ലാ സ്ഥലത്തും അമ്മയുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോവല്ലേ, അതിന്റെ എക്സൈറ്റ്മെന്റ്. അപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ എന്നെ കൊണ്ടുപോകും. അപ്പയുണ്ടാവും, അമ്മയുണ്ടാവും. അപ്പം എല്ലാവരും ഓർക്കും എനിക്ക് അപ്പം 17 വയസ്സുണ്ടല്ലോ, ഫുൾ ഫാമിലി ആയിട്ടാണല്ലോ വരുന്നത്. പക്ഷെ അപ്പോൾ അവർക്കെല്ലാം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കാണാൻ വേണ്ടി വരുന്നത്. അപ്പം അപ്പയാണല്ലോ അമ്മയാണല്ലോ കുഞ്ഞാണല്ലോ ഫുൾ ടൈം എൻ്റെ ഓഡീഷനിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും ഇപ്പോഴാണല്ലോ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് അവരുള്ളതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ്, ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്തായിരുന്നു? എനിക്കിത് ഇങ്ങനെയൊക്കെ നമ്മളെ വിളിച്ചതാണ് രവീഷ്. ആക്ച്വലി ക്യാരക്ടർ ആദ്യം ഒരു ഫിക്സ് ചെയ്തിരുന്നത് വേറൊരു ആർട്ടിസ്റ്റിനെ ആയിരുന്നു. ആർട്ടിസ്റ്റിൻ്റെ എന്തോ ഡേറ്റ് മാറുമോ എന്തോ ചെയ്തപ്പോഴത്തേക്കിനുമാണ് എനിക്ക് ഈ കോൾ വരുന്നത്. കോൾ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പം ആദ്യം തന്നെ ഈ കുട്ടികളുടെ ഒപ്പമുള്ള സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിരുന്നോ?
അങ്ങനെയല്ല. ഇതിപ്പം നമ്മളെ സിനിമ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ നോക്കും, ആ ക്യാരക്ടർ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്യും. പിന്നീട് വന്നതിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ കാണുന്നതും മിണ്ടുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ മോനായിട്ട് അഭിനയിച്ച ധനുഷിനോട് മിണ്ടുന്നതും എല്ലാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഞാൻ നോക്കുന്നത് എൻ്റെ ക്യാരക്ടർ നല്ലതാണോ, കൂടെയുള്ള നല്ല ടീമാണോ. അപ്പം നോർമലി ഇപ്പം ഞാൻ എൻ്റെ ക്യാരക്ടർ നല്ലതാണോ, എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. ബാക്കിയുള്ള ചുറ്റിനുള്ളത് ഞാൻ നോക്കുന്നത് വളരെ കുറവാണ്. ഇതിൽ ഡയറക്ടർ ഇപ്പം ജോ ആൻഡ് ജോ അതുപോലെ 18+ ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. അപ്പം ഡയറക്ടറും ഈ ഒരു സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നില്ലേ, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആണല്ലോ. അപ്പം ഇത്രയും പേര് ഒന്ന് സ്കൂൾ പശ്ചാത്തലം തന്നെ എടുത്ത് പറയാണ്, അങ്ങനെ കുട്ടികളെ എല്ലാവരെയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഇവരൊക്കെ കുറെ നാളായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും പറയാൻ നന്നായിട്ട് ഇവർക്കാ വെച്ച്, കാരണം ഇവർ കുറെ കാലമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. സോ ഞാൻ അതിനകത്ത് ഞാൻ വന്നു കുറച്ച് 4-5 ദിവസം ഞാൻ അതിനകത്ത് മൊത്തം വർക്ക് ചെയ്തുള്ളൂ. 5 ദിവസം 6 ദിവസമായിട്ട് മൊത്തം എനിക്കുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഡയറക്ടർ എന്ന് നമുക്ക് എത്ര ഇനിയും ആദ്യമായിട്ട് ആക്ഷൻ പറയുന്ന ഒരു ഡയറക്ടർ ആണെങ്കിലും വർഷങ്ങളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ഓൾവേസ് നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഡയറക്ടർ എന്നും ഡയറക്ടർ തന്നെയായിരിക്കും. എത്ര ഇനി ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ആക്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് സാർ തന്നെയാണ്. ഇപ്പൊ ഇവർക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് പറയാൻ പറ്റുക. ഇപ്പൊ ഇവര് അല്ലാത്ത സമയത്തൊക്കെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നോണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ചേട്ടൻ സത്യം പറഞ്ഞ ബ്രദറിനെ പോലെയായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ എന്താ ഷോട്ടിൻ്റെ ഇടയിൽ കറക്റ്റ് മീറ്റർ പിടിച്ച് ചേട്ടനെ എടുക്കത്തുള്ളൂ. ഇപ്പൊ മീറ്റർ കുറച്ച് കൂടുതലാണെങ്കിൽ യോഹാന അത്രയും വേണ്ട, കുറച്ച് എന്ന് പറഞ്ഞ് കുറയ്ക്കും, മനസ്സിലായില്ലേ. കുറവാണെങ്കിൽ കൂട്ടിക്കോളാന്ന് പറയും, മനസ്സിലായില്ലേ. അപ്പോൾ ബേസിക്കലി ബ്രദർ പോലെയായിരുന്നു സെറ്റില്. നല്ല പ്രായം, എന്നെക്കാട്ടും നല്ല പ്രായം ഉണ്ടെങ്കിലും അങ്ങനെ ബ്രദറിനെ പോലെ തന്നെയായിരുന്നു. ബാക്കി ക്രൂ മെമ്പേഴ്സ് ഒക്കെ നിങ്ങൾ സെറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ല അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടെന്നാലും അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് ക്രൂവിൽ സെറ്റിൽ നിൽക്കുമ്പോൾ ക്രൂ മെമ്പേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയി. പ്രത്യേകിച്ച് രവിശേട്ടനാണെങ്കിലും എല്ലാവരും. ഒന്നാമത്തെ കാര്യം ആരും അവിടെ വെൽ ഡ്രസ്സായിട്ട് അങ്ങനെയൊന്നും അല്ല. എല്ലാവരും വീട്ടിലിരുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഡ്രസ്സിങ് തന്നെ നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ കിട്ടുമല്ലോ. അപ്പം എല്ലാവരും അവരുടെ കംഫർട്ട് സ്പേസിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളും ആ കംഫർട്ട് സ്പേസിൽ ഇൻക്ലൂഡ് ആവുക. അങ്ങനെ ഒരു ലിറ്ററലി ശരിക്കും ഒരു ഫാമിലി പോലെ. അങ്ങനെ നമുക്കൊരു ബിൽഡപ്പിന്റെ ആവശ്യമില്ല. എന്തും പറയാം, അങ്ങനെ എന്തും പറയാന്നല്ല. എല്ലാ ലൊക്കേഷനും അതുപോലെ അല്ല കേട്ടോ. ഇതിപ്പോ ഈ ലൊക്കേഷൻ ഭയങ്കര എന്താ പറയാ, ആർക്കും ഒരു ജാടയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം എല്ലാ ലൊക്കേഷനും എന്ന് വെച്ചാൽ ജാടയുള്ളവരുണ്ടെന്നല്ല, സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ചില ലൊക്കേഷനിൽ ചെറിയ ജാടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർക്കും ചില സ്ഥലങ്ങളിൽ ചില ലൊക്കേഷൻ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അതൊരു അല്ല ഏട്ടാ, ഒരു വേറൊരു രീതി തന്നെയാണ് ചില ലൊക്കേഷനിൽ. ചില സ്ഥലങ്ങളിൽ നമുക്കതങ്ങനെ ഇതുപോലെയല്ല ഫീൽ ചെയ്യാം. ഇത് നമുക്ക് വീട് പോലെ എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ഇപ്പം ചേട്ടൻ ഈ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്? സത്യത്തിൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. വരുന്നത് ചെയ്യുക, പറ്റുന്നു നോക്കുക എന്നുള്ളതല്ലാതെ ഈ സ്ക്രിപ്റ്റ് എനിക്കിഷ്ടമായില്ല. നമ്മൾ ആകെ കൂടിയിട്ട് ക്യാരക്ടറിൽ ഇപ്പോൾ നേരത്തെ വീണ പറഞ്ഞ പോലെ ഞാനിത് ഇന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയാം. അത് നമുക്ക് നിറയെ പടങ്ങളുള്ളപ്പോൾ, നമ്മുടെ പടങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഇതാണ് ഞാനാണ് ചെയ്യേണ്ടത് ഇതെന്നാണ് നമ്മൾ പറയും, ഞാൻ പറയാം. കാരണം നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. ഈ സ്ക്രിപ്റ്റ് ഇതുപോലെ വീണയുടെ പോലെ തന്നെ വേറെ ആരോണ് ചെയ്യാമായിരുന്നെന്ന് തോന്നുന്നു. എൻ്റെ ക്യാരക്ടർ 2 ദിവസം മുമ്പാണ് അതിങ്ങനെ പ്രശ്നമോ എന്തോ അവർ മാറ്റാൻ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് ഇതിലെ ക്യാമറമാൻ സതീഷിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റോ എന്നെ വിളിക്കുന്നത്. സതീഷും ഞങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്, സൗഹൃദമുണ്ട്. രവീഷിനായിട്ടും സംവിധായകനായിട്ട് ഞങ്ങൾ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റൻറ്റോ അസോസിയേറ്റായിട്ട്. പക്ഷേ രവീഷാണ് ഈ പടം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഇത് രവീഷാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതൊരു രസികൻ പരിപാടിയാണ്. ഒരു ദിവസം ഈവനിങ്ങിൽ എന്നെ വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ചെല്ലാൻ പറയും, അതിൻ്റെ പിറ്റേന്ന് ഷൂട്ട് തുടങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ഞാൻ എത്ര ദിവസം പറഞ്ഞു, ഓക്കെ പല ദിവസങ്ങളും കൂട്ടി പറയും നമ്മളടുത്ത്. 5 ദിവസം ഉണ്ടെന്ന് പറയും, ഒരു 10 ദിവസം ചേട്ടാന്ന് പറയും. അപ്പോൾ നമുക്കൊരു 5 ദിവസം വെറുതെ ഇരിക്കും. പക്ഷേ ഞാൻ അത്ര അവർ പറഞ്ഞ ഡേറ്റിൽ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ദിവസം കൊണ്ട് തീരില്ലല്ലോ എൻ്റെ ക്യാരക്ടർ എന്ന് തോന്നി. ഒത്തിരി നീളവും കുറച്ചധികം സമയവും പ്രാധാന്യമുള്ള ക്യാരക്ടറായിരുന്നു അത്. നമ്മൾ യെസ് പറഞ്ഞിട്ടാണ്. അപ്പോൾ സതീഷ് എന്നെ വിളിക്കുമ്പോൾ ആ സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല.
ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്, ഒരാളെ മാറ്റി വേറെ ആളെ ചെയ്യാൻ വിചാരിക്കുന്നത്, ചേട്ടൻ്റെ പേരാണ് വരുന്നത്, പറ്റുമോ, ഒഴിവുണ്ടോ ഡേറ്റ്? ഞാൻ പറഞ്ഞു ഒഴിവുണ്ട്, ചെയ്യാം. അങ്ങനെയാണ്. ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് ചില സൗഹൃദങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പറ്റില്ലടാ എന്ന് പറയാൻ നമുക്ക് തോന്നില്ല. ആദ്യത്തെ വാക്ക് നമ്മൾ ആ ക്യാരക്ടർ റൈറ്ററാന്ന് പറയാൻ എന്തായാലും ഞാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഈ പടം ചെയ്തിട്ടില്ല. ഇപ്പം കുറേ സിനിമകൾ ചെയ്തു, അപ്പം സിനിമകൾ ഇത്രയും ചെയ്തു, പക്ഷെ വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പം നമ്മൾ മുകളിലേക്ക് നോക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ തോന്നും. അപ്പം ഞാൻ മുകളിലേക്ക് നോക്കുന്നത് താഴത്തേക്ക് നോക്കും. അപ്പോൾ എൻ്റെ അത്ര പോലും റെക്കഗ്നൈസേഷൻ കിട്ടാത്ത, എന്നേക്കാൾ മിടുക്കരാണെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. നമുക്കെപ്പോഴും നമ്മൾ എല്ലാവരേക്കാൾ മുകളിലാണ് എന്നൊക്കെ തന്നെ തോന്നും. നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടണില്ല എന്ന് തോന്നും. ഇതുപോലും കിട്ടാത്ത, ഇത്രയേക്കാൾ മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്ക്രീനിൽ പോലും പ്രസൻസ് കിട്ടാത്ത, എനിക്കെന്താണോ ഉണ്ടെന്ന് ഞാൻ അഹങ്കരിക്കുന്നത്, അതിനേക്കാൾ ആ സാധനം 10, 20, 200 ഇരട്ടിയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്നുണ്ടല്ലേ. ഞാൻ ഫിലോസഫി പറയല്ല, കാരണം അങ്ങനെയുള്ള വിഷമങ്ങൾ നമ്മൾ ഇങ്ങനെയാണല്ലോ തീർക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിപതറിപ്പോവും, അയ്യോ നമ്മളൊന്നും ആയിട്ടില്ലല്ലോ, ഒന്നും ആവണില്ലല്ലോ. പക്ഷെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നമുക്കങ്ങനെ ഒരു. ഞാൻ തിയേറ്റർ പേഴ്സണാണ്, നാടകം ചെയ്യുന്ന ആളാണ്, നാടകം അഭിനയിച്ചിട്ടാണ് ഇതിൽ പരിപാടി ചെയ്യുന്നത്. ആ നാടകം അഭിനയിക്കുന്നതിൽ സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ വർഷം കൂടി നാടകം ചെയ്തതാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വ്യൂവേഴ്സിന് ലൈവൊക്കെ ആണെങ്കിൽ വ്യൂവേഴ്സ് കുറവാണ്, നാടകത്തിന് കളി എപ്പോഴും ഉണ്ടാവില്ലേ. ഇത് പക്ഷേ റെക്കോർഡ് ചെയ്ത് അവിടെ കിടക്കുകയാണ് ജീവിതകാലം. ഞാൻ ചത്തുപോയാലും എത്ര തലമുറ കഴിഞ്ഞാലും അത് അവിടെ ഉണ്ട്. ഞാൻ എന്താണ് ചെയ്തത് അതാണല്ലോ. അതിപ്പോൾ ഞാൻ പറയാതെ അറിയാം. നാടകം പറഞ്ഞ് അറിവ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടൊക്കെയാണ് ആൾക്കാർ ഇതിലേക്ക്, ഈ സിനിമ എന്ന് പറയുന്നതിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം. അതിന് ശ്രമിച്ചിട്ട് ആൾക്കാർക്ക് കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം വേറൊരു തൊഴിലിനും പോയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമല്ല എന്നെ സംബന്ധിച്ച്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാണ്ട് റെക്കഗ്നൈസേഷനൊന്നും വലിയ ഈ ലൈം ലൈറ്റ് എപ്പോഴും വലിയ അപകടം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴാണ് നമ്മൾ താഴേട്ട് ലൈം ലൈറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചിട്ട് ആ ലൈറ്റ് ഇങ്ങോട്ട് അപ്പുറത്താളിലേക്ക് പോകുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ലൈറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈം ലൈറ്റിൽ നിന്ന് ഔട്ടാവും, നമ്മൾ പാനിക്കാവും, നമ്മൾ ഡിപ്രഷൻ അങ്ങനെ പറയാൻ പറ്റും. സാധാരണക്കാരനായിട്ട് ജീവിച്ച് നമ്മുടെ ഒരു പാഷൻ അത്യാവശ്യം തൊഴിലിന് വേണ്ടി ഉപയോഗിക്കുക.